റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്കു നേരെയുണ്ടായ ഉക്രൈൻ ആക്രമണത്തെ തുടർന്ന് കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ ലോകത്തെ നടക്കുന്ന ആണവ ആക്രമണ മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ ആണവായുധ മുന്നറിയിപ്പുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി എത്തിയിരിക്കുകയാണ് രംഗത്ത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയില്ലെങ്കിൽ വിനാശകരമായ ആണവ യുദ്ധം ഉണ്ടാകും എന്നാണ് ക്രെംലിന്റെ പുതിയ ഭീഷണി. മോസ്കോയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്കു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം റഷ്യക്ക് വലിയ നാണക്കേടുണ്ടാക്കിയതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന കൂടി എത്തിയത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും റഷ്യ നേരിടുന്നത് അഭൂതപൂർവമായ സുരക്ഷാ ഭീഷണിയാണ് എന്നാണ് ലാവ്റോവ് ആരോപിക്കുന്നത്. നിലവിലെ സംഘർഷാവസ്ഥ നിയന്ത്രണ അതീതമായി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട് എന്ന് റഷ്യയുടെ വിലയിരുത്തൽ. നാറ്റോ സഖ്യവും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കാര്യങ്ങളെ ദ്രുതഗതിയിൽ ആണവാക്രമണത്തിലേക്ക് നയിക്കുമെന്നും അത് ഭൂമുഖത്ത് സമാനതകളില്ലാത്ത വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റഷ്യ വ്യക്തമാക്കുന്നു. റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് എന്നും റഷ്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഉക്രൈനെയും മാൾട്ടോവയെയും തങ്ങളുടെ ഭാഗമാക്കാൻ അർമേനിയയും സ്വാധീന വലയത്തിലാക്കാനും പാശ്ചാത്യ ശക്തികൾക്ക് വിപുലീകരണ മോഹമുണ്ട് എന്നാണ് റഷ്യയുടെ ആക്ഷേപം.